ഇത്തവണത്തെ വ്യാഴമാറ്റം ഉത്രാടം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. കൊല്ലവർഷം 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 വർഷം മെയ് മാസം 14-ാം തീയതി രാത്രി 10:08 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴസംക്രമം നടക്കുകയാണ്. ഈ വ്യാഴസംക്രമം ഉത്രാടം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ്? ഇവർക്കിത് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? ദോഷം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഗുണം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദ്രമഠം. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, മോട്ടിവേഷണൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിത്യവും രാവിലെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് വഴിക്ക് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ചെയ്ത് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഈ പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുക 1 മാസത്തേക്കായിരിക്കും. എന്നാൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കുകൊള്ളണമെങ്കിൽ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുക. അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. വ്യാഴം മെയ് 14 മിഥുനൻ രാശിയിൽ 158 ദിവസക്കാലം സഞ്ചരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും. അതിനെ തുടർന്ന് 25 ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ 11 വ്യാഴം വക്രഗതിയിൽ 49 ദിവസം അവിടെ സഞ്ചരിക്കുന്നു. അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 97 ദിവസക്കാലം, അതായത് മാർച്ച് മാസം 11 വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. തുടർന്ന് 84 ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം 2026 വർഷം ജൂൺ മാസം 2-ാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വ്യാഴമാറ്റം ഉത്രാടം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. ദീർഘകാലമായിട്ട് മന്ദീഭവിച്ച് കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരുജ്ജീവിപ്പിക്കാനും അത് സക്സസ്സിലേക്ക് എത്തിച്ചേർക്കാനും കഴിയുന്നതാണ്. വീട് പണി പൂർത്തിയാക്കുവാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും കഴിയുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ നേട്ടം ഉണ്ടായി വരുന്നതാണ്. ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു ശമനം വന്നു ചേരുന്നതാണ്. കേസ് വഴക്കുകളിൽ ഒരു തീരുമാനം ഉണ്ടായി വരുന്നതാണ്. മധ്യസ്ഥം വഴിക്ക് ചിലപ്പോൾ രമ്യമായ പരിഹാരവും ഇതിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ട് പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന കാലയളവാണ്. എങ്കിലും മൊബൈൽ ഫോൺ പോലുള്ള നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന കാര്യങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ദീർഘദൂര യാത്രയിൽ മോഷണം പോലുള്ള കാര്യങ്ങളെ കരുതലോടുകൂടി ഇരിക്കണം. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടുന്നതാണ്. എന്നാൽ വിദേശ രാജ്യത്ത് കുറച്ച് സ്ട്രഗിൾ നിങ്ങൾക്ക് നേരിടേണ്ടതുണ്ട് എന്നുള്ള വാസ്തവത്തെ നിങ്ങൾ മനസ്സിൽ കരുതുകയും ആവശ്യമാണ്. അച്ചടക്കം പാലിക്കാതെ അസാധാരണമായി പെരുമാറുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നതാണ്. അനാവശ്യമായ ചില ബാധ്യതകൾ വലിച്ചു വരുത്തുന്ന ശീലം ഉണ്ടായി വരും. പെട്ടെന്നുള്ള കോപത്താൽ
ചെയ്യുന്ന ചില കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ വളരെയധികം താളപ്പിഴകൾക്ക് കാരണമായി തീർന്നേക്കാം. ഗുരുജനങ്ങളെ കണ്ടുമുട്ടും. അവരുടെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകാനും തരമുണ്ട്. വാക്കുകൾ മൂലം അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനത്തിന്റെ മുൻഭാഗവുമായി ബന്ധപ്പെട്ട ചില തകരാറുകൾ പരിഹരിക്കപ്പെടണം. പുഴയുമായി ബന്ധപ്പെട്ട തൊഴിൽ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താനും ദൈവിക അനുഭൂതി ഉണ്ടാകാനും ഈ കാലയളവ് ഗുണകരമാണ്. സ്ത്രീ പുരുഷന്മാരുമായിട്ട് തെറ്റായിട്ടുള്ള അടുപ്പം പുലർത്തുന്നവർക്ക് പൊതു ഇടത്തിൽ അപമാനം ഉണ്ടായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. കലാകായിക രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്നതാണ്. സോഷ്യൽ മീഡിയ, സിനിമ തുടങ്ങിയ മേഖലയിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. പഴകിയ ഭക്ഷണം കഴിച്ചിട്ടുള്ള വയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കരുതലോടുകൂടിയിരിക്കണം. ചിട്ടി, ലോണ് മുഖേന ധനം കൈവരുവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളെ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ചില നടപടികൾ ഈ ഒരു കാലയളവിൽ സ്വീകരിക്കാൻ ഈ വ്യാഴമാറ്റം കാരണമാകുന്നുണ്ട്. വ്യാഴമാറ്റം കൊണ്ടുള്ള ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിലെ ഗുണങ്ങൾ വർദ്ധിക്കാനും ദോഷങ്ങളെ കുറച്ചു കൊണ്ടുവരുവാനും ചില പരിഹാര കാര്യങ്ങളെ നിർദ്ദേശിക്കുന്നു. വീട്ടിൽ തുളസി നട്ട് എല്ലാ ദിവസവും ജലം പകരുക. വ്യാഴാഴ്ച ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസിമാല ചാർത്തുക. സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ഭാഗവതം വ്യാഴാഴ്ചകളിൽ പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വീട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുക മുതലായവ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.